Good morning all. കഴിഞ്ഞ ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ് തുടങ്ങിയത്. പ്രിനേഷ് സാറിൻ്റെ PPT വെച്ചിട്ടായിരുന്നു നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നോക്കുക, ഇതിൻ്റെ അകത്ത് നമ്മൾ തുടക്കത്തിൽ ക്ലാസ്സിൽ നമ്മൾ ഇക്കണോമിക്സ് എന്താണ്, മാനേജറിയൽ ഇക്കണോമിക്സ് എന്താണ്, യൂട്ടിലിറ്റി എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്താണ് കൺസ്യൂമർ ബിഹേവിയർ, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് കൺസ്യൂമർ ബിഹേവിയറിനെ മെഷർ ചെയ്യാനും കൺസ്യൂമർ ബിഹേവിയറിനെ കൂടുതൽ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൺസ്യൂമർ ബിഹേവിയറിൻ്റെ തിയറീസുകൾ പറഞ്ഞു. അതിൽ 2 ടൈപ്പ് തിയറീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, രണ്ടാമത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, യൂട്ടിലിറ്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അത് എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്, അത് യൂട്ടിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട ഈ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് നിലനിൽക്കാൻ, അങ്ങനെ ഒരു തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് കണ്ടീഷൻസ് ഈ താഴെ പറയുന്ന, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലനിന്നാൽ മാത്രമേ നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അസംഷൻസുകളൊന്ന് നോക്കുക. ഒന്നാമത്തത്, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ ടേംസ്. അത് നമ്മൾ പറഞ്ഞു. യൂട്ടിലിറ്റി നമുക്ക് ഡിഫറെൻറ്റ് യൂട്ടിൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നമുക്കതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെഷർമെൻറ്റ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ അപ്രോച്ച് നിലനിൽക്കുള്ളൂ. രണ്ടാമത്തത്, എല്ലാ കൺസ്യൂമേഴ്സും റേഷണലാണ്. എവരി കൺസ്യൂമർ ഈസ് റേഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഷണൽ എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഓരോ കൺസ്യൂമറും കൃത്യമായിട്ട് കാര്യങ്ങളെ പഠിച്ച് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അല്ലാതെ ഇമോഷണലായിട്ട് തീരുമാനം എടുക്കുന്ന ആളുകളല്ല. എല്ലാവരും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ട് കൃത്യമായിട്ട് തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ് എന്നർത്ഥം, എല്ലാ കൺസ്യൂമേഴ്സും. നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനെ ആയിക്കോണമെന്നില്ല, പക്ഷേ ഇങ്ങനൊരു കൺസ്യൂമേഴ്സ് റേഷണലാണ് എന്നുള്ള ഒരു ബേസിൽ കാർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കമ്പയർ ചെയ്യാനും പഠിക്കാനും അതിൻ്റെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാനും അങ്ങനെ ആ തിയറി നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തത്, എവരി റേഷണൽ കൺസ്യൂമർ ഇൻറ്റൻസ് ടു മാക്സിമൈസ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഇൻകം. ഓരോ കൺസ്യൂമറും എന്താ ചെയ്യുക, അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അവരുടെ ഇൻകത്തിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ദ ഗുഡ്സ് ഓർ ദ സർവീസസ്. കൺസ്യൂമേഴ്സിൻ്റെ റിസോഴ്സുകൾ ലിമിറ്റഡ് ആണ്. ഓക്കെ, യൂട്ടിലിറ്റി ഗെയിൻഡ് ഫ്രം ദി സക്സസീവ് യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ്. ഓരോ പ്രാവശ്യവും നമ്മൾ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കും തോറും അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്തായിരിക്കും, കുറഞ്ഞു വരും. ഇത് നമ്മളൊരു എക്സാമ്പിളൊക്കെ വെച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്, നമ്മളൊരു ജ്യൂസ് വളരെ ദാഹിച്ച് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടുമ്പം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, രണ്ടാമത്തെ ഗ്ലാസ് ജ്യൂസ് നമ്മൾ അതേ സമയത്ത് തന്നെ കുടിക്കുകയാണെങ്കിൽ കിട്ടില്ല. അവിടെ ടൈം ലാഗ് വരാൻ പാടില്ല. നമ്മൾ അതെന്തായിരിക്കണം, ആ ഉടനെ തന്നെ നമ്മൾ കഴിക്കണം. അല്ലാതെ രാവിലെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ച് വൈകുന്നേരം ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ചിലപ്പോൾ 2 ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതല്ല പറയണത്. ആദ്യം ഒരു ഗ്ലാസ് ജ്യൂസ് കഴിച്ചു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗ്ലാസ് അപ്പം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയും. മൂന്നാമത്തെ ഗ്ലാസ് കഴിക്കുമ്പോഴും 4ാമത്തെ ഗ്ലാസ് കഴിക്കുമ്പോഴൊക്കെ നമുക്കിത് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിനി അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മളത് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസ് ഇതിൻ്റെ അകത്തുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആറാമത്തത്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. പൈസയുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യൂല, ഡിമിനിഷിങ് ആവില്ല. ഓരോ അഡീഷണൽ റുപ്പീസ് നമുക്ക് കിട്ടുമ്പോഴും അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കുറയൂല എന്നാണ് പറയണത്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. ഇപ്പം എനിക്കൊരു രൂപ കിട്ടി, അതിൽ നിന്നാണ് എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷൻ. പിന്നെ രണ്ടാമതൊരു ഉറുപ്പ്യ കിട്ടുമ്പം അതിൽ നിന്ന് കിട്ടുന്നതും ഈക്വൽ ആയിരിക്കും. മൂന്നാമത് കിട്ടിയാൽ വീണ്ടും അത് ഈക്വൽ ആയിരിക്കും. കിട്ടും തോറും സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരൂല എന്നർത്ഥം. നമ്മൾ ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് പോലെ അല്ല പൈസൻ്റെ കാര്യം എന്നർത്ഥം. ഓക്കെ, ദ യൂട്ടിലിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ആർ ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദി യൂട്ടിലിറ്റീസ് ഓഫ് അതർ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയിൽ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി വേറെ കമ്മോഡിറ്റിയുടെ യൂട്ടിലിറ്റിയുമായി എന്തില്ല, ഒരു ബന്ധമില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മോഡിറ്റീസ് ആർ നെയ്തർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോർ കോംപ്ലിമെൻറ്റ്സ്. അങ്ങനെ ഒരു സാധാരണ റിയൽ ലൈഫിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അതുപോലെ കോംപ്ലിമെൻ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും.
അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിനെ ആശ്രയിച്ചു കൊണ്ടല്ല എന്ത്, ഇപ്പോൾ നമുക്ക് കാപ്പി, ചായ, ഇത് രണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സുകളാണല്ലോ. അപ്പം അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, ഒന്നിൻ്റെ യൂട്ടിലിറ്റിനെ ബാധിക്കുന്നില്ല എന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനൊരു കോൺസെപ്റ്റ് നമ്മൾ പറയണില്ല. ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യൂല ഈ തിയറി പ്രകാരം. യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് by a consumer can be added together to obtain the total utility. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ യൂട്ടിലിറ്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ഇവിടെ ഒരു ചിത്രം വരച്ച് നമ്മൾ ഒരു ചാർട്ട് വരച്ച് കാണിച്ചല്ലോ. ഇവിടെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ മെഷർ ചെയ്തു. ഓരോ യൂണിറ്റിലും നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി നമ്മൾ എഴുതി, മാർജിനൽ യൂട്ടിലിറ്റി എഴുതി. അങ്ങനെ രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 16 മൂന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 21 അങ്ങനെ യൂട്ടിലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ യൂട്ടിലിറ്റി ക്യാൻ ബി വർക്ക്ഡ് ഔട്ട്. ഓക്കെ, ഇനി ഈ തിയറിക്ക് എതിരെയുള്ള വാദമുഖങ്ങളാണ് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ദിസ് തിയറി. ഓക്കെ, ഈ തിയറി നിലനിൽക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്, ഈ തിയറി നിലനിൽക്കും എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ, അപ്പോൾ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്, അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും എന്തുണ്ട്, ഈ തിയറിക്ക് അനുകൂലമായിട്ടുള്ള വാദങ്ങളുണ്ട്, പ്രതികൂലമായിട്ടുള്ള വാദങ്ങളുണ്ട്. ഈ തിയറിനെ പ്രതികൂലമായിട്ട് വാദിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഈ തിയറിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്ന കാരണങ്ങളാണ്. ഒന്നാമത്തത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് ആപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി എന്തായിക്കോണമെന്നില്ല, വേറൊരാൾ ഇതേ ആപ്പിൾ ജ്യൂസ് അതേ സമയത്ത് കുടിക്കുമ്പം അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആയിക്കോണമെന്നില്ല. ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. സബ്ജക്റ്റീവാണ്, അത് സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രശ്നം. ഹെൻസ് ഇറ്റ് കൻ നോട്ട് ബി മെഷർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് 2 യൂട്ടിൽസ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ആപ്പിൾ ജ്യൂസിന് ഒരു എക്സാമ്പിളാണ്. അങ്ങനെയുള്ള ഏത് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഏത് സർവീസോ കൺസ്യൂം ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരുപോലെ ആയിക്കോണമെന്ന് നിർബന്ധമില്ല. സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും ഒരുപോലെ ആയിക്കോണമെന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമയ്ക്ക് ഇത്ര യൂട്ടിൽസ് ഉണ്ട്, ഇത്ര യൂട്ടിൽസാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തത്, കാർഡിനൽ അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് ദ യൂട്ടിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് കമ്മോഡിറ്റി അലോൺ. അങ്ങനെ ഒരു പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് പ്രൊഡക്റ്റുകളോ ഒന്നും നമ്മളതിനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെ അല്ല. റിയൽ ലൈഫിൽ അതൊക്കെ നമ്മളെ ബാധിക്കും. മൂന്നാമത്തത്, ദ അസംഷൻ ദാറ്റ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഈസ് റോങ്. പൈസയുടെ മാർജിനൽ യൂട്ടിലിറ്റി ഈ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നതും റോങ് ആണ്. ഇവരുടെ ഈ ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് ദിസ് തിയറി, ഈ തിയറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരുടെ അഭിപ്രായത്തിൽ പൈസയുടെ യൂട്ടിലിറ്റി പോലും എന്താണ്, കോൺസ്റ്റൻ്റ് അല്ല എന്നാണ് പറയുന്നത്. ആസ് ദ കൺസ്യൂമേഴ്സ് മണി സ്റ്റോക്ക് ഇൻക്രീസസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഡിക്രീസസ് എന്നാണ് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് പൈസ കൂടുതൽ കിട്ടും തോറും നമുക്ക് എന്തായിരിക്കും, അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞു വരുമെന്നാണ് പറയണത്. ഓക്കെ, നമുക്കതിനെതിരൊക്കെ പറയാം, അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാദമുഖങ്ങളുണ്ടാവും. ഓക്കെ, ഇനി മണി ഈസ് നോട്ട് എ കറക്റ്റ് ആൻഡ് പെർഫെക്റ്റ് മെഷർ ഓഫ് യൂട്ടിലിറ്റി. ദിസ് ഈസ് ബിക്കോസ് ദ വാല്യൂ ഓഫ് മണി ഓഫൻ ചേഞ്ചസ്. പൈസ എന്തല്ല നമ്മളെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷർ അല്ല. കാരണം പൈസയുടെ മൂല്യം എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ഇന്നലെ കിട്ടിയ ₹1 മൂല്യമല്ല എന്നുണ്ടാവുക, കഴിഞ്ഞ പ്രാവശ്യം ₹100 മൂല്യമല്ലല്ലോ എന്നുള്ളത്. മൂല്യം കുറഞ്ഞില്ലേ? കഴിഞ്ഞ വർഷം നമുക്ക് ₹50 ലിറ്റർ എണ്ണ അടിക്കാൻ പറ്റുമായിരുന്നു, ഇന്ന് ₹50 ലിറ്റർ എണ്ണ കിട്ടണില്ലല്ലോ. അതിനർത്ഥം എന്താ, പൈസൻ്റെ മൂല്യം കുറഞ്ഞു എന്നല്ലേ. ഓക്കെ, ദ കാർഡിനൽ അപ്രോച്ച് ഡസ് നോട്ട് സ്റ്റഡി ഇൻകം എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആൻഡ് പ്രൈസ് എഫക്റ്റ്. പിന്നെന്താണ്, ഒരാൾക്ക് ഇൻകം കൂടുതൽ കിട്ടുമ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകുമ്പോഴും പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴൊക്കെ എങ്ങനെയാണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യുക എന്നുള്ളത് പറയണില്ല. ഇതിൽ ഈ ഇൻകം എഫക്റ്റ് ഇപ്പോൾ ഒരാൾക്ക് നല്ല വരുമാനമുള്ള ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന യൂട്ടിലിറ്റി അല്ല വളരെ കുറഞ്ഞ വരുമാനമുള്ള ഒരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ഈ ഓട്ടോമൊബൈലിൻ്റെ ഒരു കാറിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കൂ. വളരെ വലിയ റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മളൊരു സാധാരണ മാരുതി ആൾട്ടോ കാർ വാങ്ങിച്ചു കൊടുത്താൽ അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ല വളരെ പുവറായിട്ട് ഉള്ള ഒരാൾക്ക്, സൈക്കിൾ പോലും ഇല്ലാത്ത ഒരാൾക്ക് നമ്മളൊരു കാർ വാങ്ങിച്ചു കൊടുത്താൽ അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ രണ്ടും ഡിഫറെൻ്റ് ആണ്. അവിടെ ഇൻകം എഫക്റ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ. ഇൻ ദ റിയൽ ലൈഫ് ദർ ഈസ് ആൻ ഇൻകം എഫക്റ്റ് ഓൺ ദ യൂട്ടിലിറ്റി. പക്ഷേ ഈ തിയറി പ്രകാരം നമുക്കത് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞത്.
ഓക്കെ. ദ അപ്രോച്ച് ഫെയിൽസ് ടു ക്ലാരിഫൈ ദ സ്റ്റഡി ഓഫ് ഇൻഫീരിയർ ആൻഡ് ഗിഫൺ ഗുഡ്സ്. ഇൻഫീരിയർ ആയിട്ടുള്ള ഗുഡ്സുകൾ എന്ന് വെച്ചാൽ വളരെ വില കുറഞ്ഞ ഗുഡ്സുകളുടെയും അതുപോലെ ഗിഫൻ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് ഡിമാൻഡ് കൂടുന്തോറും പ്രൈസ് കൂടണം എന്നുള്ളൊരു തിയറിയാണ് നമ്മൾ സാധാരണ പറയൽ. അങ്ങനെ സംഭവിക്കാത്ത പ്രൊഡക്റ്റുകളുണ്ടാവും. ഡിമാൻഡ് കൂടിയാലും പ്രൈസ് കൂടാത്ത പ്രൊഡക്റ്റുകളുണ്ടാവും. അത്തരം ഗുഡ്സുകളെ നമ്മൾ ഗിഫൻ ഗുഡ്സ് എന്ന് പറയാം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് കണ്ടെത്തിയ ആളുടെ പേരാണ് ഗിഫൻ. അതുകൊണ്ടാണ് അതിന് ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉപ്പിൻ്റെ കേസൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപ്പിന് ഇപ്പോൾ പിന്നെ ഒരു കിലോഗ്രാമിന് 10 രൂപയാണ് വില എന്ന് വെച്ചോ. അത് വില കുറഞ്ഞ് 5 റുപ്യ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ടേ ശരിക്ക്. പക്ഷെ നമ്മൾ ഉപ്പ് കൂടുതൽ കൺസ്യൂം ചെയ്യുമോ? നമ്മൾ ഒരു സ്പൂൺ ഉപ്പിട്ടിരുന്ന കറിയിലേക്ക് 2 സ്പൂൺ ഉപ്പിടൽ തുടങ്ങുമോ? ഇല്ലല്ലോ. അത്തരം ഗുഡ്സുകൾ പ്രൈസ് കുറഞ്ഞെന്ന് കരുതിയിട്ട് ഡിമാൻഡ് കൂടൂല. അങ്ങനെയുള്ള ഗുഡ്സുകളാണ് നമ്മൾ ഗിഫൻ ഗുഡ്സ് എന്ന് പറയാം. ഗിഫൻ എന്ന് പറഞ്ഞ ഗുഡ്സിൻ്റെ പേരല്ല, ഗിഫൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. അയാളാണ് ഈ ഡിമാൻഡ് ആൻഡ് പ്രൈസ് തിയറിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആദ്യത്തെ വ്യക്തി. അതുകൊണ്ട് അത്തരം ഗുഡ്സുകളെ ഗിഫൻ ഗുഡ്സ് എന്ന് അറിയപ്പെടുന്നു എന്ന് മാത്രം. ഓക്കെ. അപ്പം അത്തരം കേസുകളിൽ നമുക്ക് ഈ മാർജിനൽ ഈ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. മൂന്നാമത്തത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് അസംഷൻസ്. നേരത്തെ മേലെ നമ്മൾ ഒരുപാട് അസംഷൻസ് പറഞ്ഞല്ലോ. ആ അസംഷൻസ് ഒന്നും റിയൽ ലൈഫിൽ എന്ത് ചെയ്യൂല, നമുക്ക് പിന്നെ റിയൽ ലൈഫിൽ നിലനിൽക്കാത്തതാണ്. ഇൻ അതർ വേർഡ്സ് ദ തിയറി അസ്യൂംസ് ടു മച്ച്. ഒരുപാട് അസംഷൻസ് ഉണ്ട്, പക്ഷെ വളരെ കുറച്ചേ എക്സ്പ്ലെയിൻ ചെയ്യണുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അസംഷൻസും അതിൻ്റെ എതിരായിട്ടുള്ള വാദമുഖങ്ങളും, ഈ തിയറിക്ക് എതിരായിട്ടുള്ള വാദമുഖങ്ങളും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. പക്ഷെ നിങ്ങളാരും ക്ലിയർ ആയിട്ട് കേൾക്കാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. ഇനി നിങ്ങൾ നോക്കുക കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ളൊരു ടേമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ്. യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ ബേസിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്താണ് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും അയാളുടെ പൈസ ചെലവാക്കുക അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കണം. ഒരാൾക്ക് ഒരു 10 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ചിലപ്പോൾ 5 ഓപ്ഷൻസിൻ്റെ കോമ്പിനേഷനിൽ അയാൾ ഈ പൈസ ചിലവാക്കിയാൽ അയാൾക്ക് അപ്പോഴായിരിക്കും ചിലപ്പോൾ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. മനസ്സിലായോ? അപ്പം ഓരോരുത്തരും അവരുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് ആൾട്ടർനേറ്റീവ്സ് നോക്കിയിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയ എക്സാമ്പിൾസ് എടുത്ത് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വിശന്നിരിക്കുകയാണ്, നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു 200 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. നമ്മളെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. സാധാരണ ഊണ് വാങ്ങിച്ചിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ മീൻ പൊരിച്ചതോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിക്കാം, പിന്നെ സാധാരണ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ കഴിക്കാം. മന്തി പോലുള്ള സംഭവങ്ങൾ കഴിക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. പൊറോട്ട, ബീഫ് കഴിക്കാം, അൽഫാം, ഷവായ പോലുള്ള സംഭവങ്ങൾ കഴിക്കാം, കുബൂസ് കൂടെ കഴിക്കാം, ജ്യൂസ്, സ്നാക്സ് പോലുള്ള സംഭവങ്ങൾ കഴിക്കാം. ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻസാണ്. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വാങ്ങി കഴിക്കാനായിട്ട് പറ്റൂല. എല്ലാം കൂടെ കഴിച്ചാൽ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ കുറയാ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു കോമ്പിനേഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. ചിലപ്പോൾ അതെന്തായിരിക്കും, ഒരു മന്തി ചോറും പിന്നെ അതിൻ്റെ കൂടെ ഒരു ജ്യൂസും ആയിരിക്കാം, അല്ലെങ്കിൽ ചായ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് വേറെ ആയിരിക്കാം. അപ്പം നമ്മളെ ഇൻകം സ്പെൻഡ് ചെയ്യുക. The objective of every consumer is to spend his limited income on commodities in such a way as to get maximum satisfaction. അതാണ് നമ്മളുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഹയ്യസ്റ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പൈസ യൂസ് ചെയ്യുക. അപ്പോൾ ഈ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ലെവലുണ്ടല്ലോ, ഹയ്യസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിലിബ്രിയം എന്ന് പറയാം. ഓക്കെ. ദ പോയിന്റ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, അതിന് നമ്മൾ എന്ത് പറയും, ഇക്വിലിബ്രിയം എന്ന് പറയും. ചുരുക്കി പറയുകയാണെങ്കിൽ, ഇൻ ഷോർട്ട്, ദ പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഇംപ്ലൈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ. ഈ ഇക്വിലിബ്രിയം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഫണ്ടമെൻ്റൽ ലോസ് ഡിറ്റർമിനിങ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഇക്വിലിബ്രിയം പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3 തിയറീസ്, 3 കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. വൺ കമ്മോഡിറ്റി അലോൺ. നമ്മൾ ഒരു കമ്മോഡിറ്റി മാത്രമേ നമ്മളെ മുമ്പിലുള്ളൂ എങ്കിൽ
നമ്മൾ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ലെവൽ ഏതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ കയ്യിലുള്ള പൈസക്ക് നമ്മളെ മുമ്പിൽ എന്ത് മാത്രമേ ഉള്ളൂ, പിന്നെ ജ്യൂസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് ചിലപ്പോൾ 2, 3, 4 ഗ്ലാസ് ജ്യൂസ് കുടിക്കുമ്പോഴായിരിക്കും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മതി എന്നൊരു തോന്നുന്ന ഒരു ലെവൽ ഉണ്ടാവുമല്ലോ, നമ്മൾ ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ നിൽക്കുന്ന ഒരു ലെവല്. അങ്ങനെ അതാണ് ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ലെവൽ ഏതാണ് എന്ന് പറയുന്ന തിയറിയാണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, വൺ കമ്മോഡിറ്റി അലോൺ. ഇനി 2 അതിൽ അധികമോ പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചോറുണ്ട്, മന്തി ഉണ്ട്, ബിരിയാണി ഉണ്ട്, അങ്ങനെ പല ഐറ്റംസ് നമ്മളെ മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസും കൂടെ പറയും ഈ തിയറിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് പഠിക്കാം. എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി? ഇത് ഡെവലപ്പ് ചെയ്ത ആളുടെ പേര് H.H. ഗോസൻ എന്നാണ്. ദ ലോ എക്സ്പ്ലെയിൻസ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ റിലേഷൻ ടു ദ കൺസംഷൻ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി മാത്രം ഉപയോഗിക്കുമ്പം ഒരു കൺസ്യൂമറുടെ സ്വഭാവമാണ് ഈ ലോ പഠിക്കുന്നത്. This law states that the consumer consumes more and more of a commodity. The utility from every subsequent unit goes on diminishing. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഡിമിനിഷിങ്. ഞാൻ നേരത്തെ ഒരു ജ്യൂസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ അത് തന്നെയാണ്, ആ തിയറിയാണിത്. അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത തിയറി നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് മാത്രം. നമ്മൾ ഒരു കമ്മോഡിറ്റി, ഒരു സിംഗിൾ കമ്മോഡിറ്റി കൂടുതൽ ഉപയോഗിക്കും തോറും സബ്സിക്വൻറ്റ് യൂസിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. ഒന്നാമത്തെ ക്ലാസ് കുടിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ല രണ്ടാമത്തെ ക്ലാസ് കുടിക്കുമ്പോൾ കിട്ടുക. ഓക്കെ, അതാണ് ഈ തിയറി പ്രകാരം പറയണത്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫ്രം ദ ഫസ്റ്റ് യൂണിറ്റ് ആൻ ഇൻഡിവിജ്വൽ ഗെറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ പെർ യൂണിറ്റ്. അപ്പോൾ പെർ യൂണിറ്റിൽ ഒരു യൂണിറ്റ് മാത്രം ഉപയോഗിക്കുമ്പോൾ, ഫസ്റ്റ് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഓരോ യൂണിറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കുമ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. രണ്ടാമത്തേതാകുമ്പോൾ വീണ്ടും കുറയും, മൂന്നാമത്തേൽ വീണ്ടും കുറയും. പെർ യൂണിറ്റിൽ ഇങ്ങനെ കുറഞ്ഞു വരും. ടോട്ടൽ കൂടുന്നുണ്ടാവും. ഓക്കെ, അത് നമ്മൾ നേരത്തെ മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി എക്സാമ്പിൾ നിങ്ങൾ കണ്ടതാണ്. നോക്കുക, ഇതിൽ ബർഗറിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതിൽ നിങ്ങൾ പിന്നെ മെഷർ ചെയ്യണ ആ സ്കെയിൽ കണ്ടല്ലോ, സാറ്റിസ്ഫാക്ഷൻ തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ആ സ്കെയിൽ കണ്ടല്ലോ. ഫസ്റ്റ് നമ്മളൊരു ബർഗർ കഴിക്കുമ്പോൾ നമ്മൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നമ്മൾ വിശന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തെർമോമീറ്ററിൻ്റെ ചുവപ്പ് കളർ കണ്ടോ, ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. രണ്ടാമത് നമ്മളൊരു ബർഗർ കഴിക്കുമ്പം ആ ചുവപ്പ് പോയിന്റ് കുറഞ്ഞു വന്നത് കണ്ടോ നിങ്ങൾ. നമുക്ക് അത്ര തന്നെ ബർഗർ വേണ്ടി വരില്ല. വലിയ ബർഗറിന് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പോലും എന്ത് ചെയ്യും, രണ്ടാമതൊരു ബർഗർ മതി എന്ന് പറയും. ഓക്കെ, മൂന്നാമതൊരു ബർഗറും കൂടി കൊടുത്താലോ അയാൾക്ക് തിന്നാനേ പറ്റലുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ വീണ്ടും കുറഞ്ഞു. അപ്പോൾ പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റിൻ്റെയും സെപ്പറേറ്റ് നോക്കുമ്പോൾ ഫസ്റ്റ് യൂണിറ്റിനായിരിക്കും കൂടുതൽ. ഇനി ടോട്ടൽ നോക്കുകയാണെങ്കിലോ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഒരു ലെവൽ വരെ. ആ ലെവൽ കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി കുറയും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഛർദിക്കും എന്ന് പറഞ്ഞല്ലോ, ആ അവസ്ഥയിലെത്തും. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ മാംഗോൻ്റെ എക്സാമ്പിളാണ് കൊടുത്തത്. ഒരു മാംഗോ കഴിച്ചപ്പോൾ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി അതിൽ നിന്ന് 5 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടി. രണ്ടാമത്തെ മാംഗോ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് എത്ര നോക്കൂ, രണ്ട് മാംഗോ ഒരുമിച്ച് കഴിച്ചാൽ, 2 മാംഗോ കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 9 ആയത്. അതിൻ്റെ അർത്ഥം രണ്ടാമത്തേൽ കിട്ടിയത് 4 ആണ്. അതാണ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ 4 എന്ന് കാണിച്ചത്. കണ്ടോ നിങ്ങൾ, മാർജിനൽ യൂട്ടിലിറ്റിയിൽ 4 എന്ന് കാണിച്ചത് കണ്ടില്ലേ നിങ്ങൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ യൂണിറ്റ് കൂടി കഴിക്കുമ്പോൾ ടോട്ടൽ 12 ആയി. അപ്പം അതിൽ നിന്ന് മൂന്നാമത്തിൽ നിന്ന് മാത്രം കിട്ടിയത് എത്രയാണ്, 3 യൂണിറ്റ് ആണ്. നാലാമത്തത് കഴിച്ചപ്പോൾ എത്ര കിട്ടി, ടോട്ടൽ 14 ആയി. അപ്പം പെർ യൂണിറ്റിൽ എത്ര കിട്ടിയ, നാലാമത്തിൽ നിന്ന് മാത്രം കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എത്രയാണ്, 2 ആണ്. അഞ്ചാമത്തതും കഴിച്ചപ്പോൾ ടോട്ടൽ 15 ആയി. അപ്പോൾ അഞ്ചാമത്തത് മാത്രം എത്ര കിട്ടിയും, 1 യൂട്ടിലിറ്റിയെ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇനി നിങ്ങൾ എത്ര മാംഗോ കഴിച്ചാലും അതിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ ആവണില്ല. 6ാമത് കഴിച്ചപ്പോൾ 15 തന്നെ നിൽക്കുകയാണ്. 6ാമത്തിൽ നിങ്ങൾക്ക് യൂട്ടിലിറ്റി കിട്ടിയിട്ടില്ല. 7ാമത് കഴിച്ചപ്പോൾ യൂട്ടിലിറ്റി നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്ന പോയിന്റ് എത്രയാണ്, 5 മാംഗോസ് ആണ്. അതാണ് നിങ്ങളുടെ ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? ദ പോയിന്റ്, ദ പൊസിഷൻ വേർ ദ കൺസ്യൂമർ ഗെറ്റ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഈ മേലത്തെ ഇതിലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഈ ചാർട്ടാണ്. ഈ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിനൊന്ന് എഴുതി വെച്ചതാണ്. നിങ്ങൾ സംശയം വരികയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി നോക്കുക, ഇതിന് നമുക്ക് ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യാം.
വൈ ആക്സിസിൽ ടോട്ടൽ യൂട്ടിലിറ്റിനെയും മാർജിനൽ യൂട്ടിലിറ്റിനെയും കാണിക്കുക. എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് യൂണിറ്റ്സിനെ എന്ന് വെച്ചാൽ എത്ര യൂണിറ്റ് മാങ്ങയാണ് നമ്മൾ കഴിച്ചതെന്ന് നമ്മൾ എഴുതുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ പോയിൻസുകൾ വെച്ച് വരക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഒന്നാമത്തെ പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് കിട്ടിയത് മാർജിനൽ യൂട്ടിലിറ്റിക്കാണ് നമുക്ക് ആ താഴേക്ക് വരച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് വരക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, ഇത് PDF ആയതുകൊണ്ട് വരക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ യൂണിറ്റ് കഴിച്ചപ്പോൾ കിട്ടിയ പോയിന്റ് 5 നമ്മൾ പോയിന്റ് ഇട്ടു. രണ്ടാമതും കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 9 അപ്പോൾ നിങ്ങൾ വൈ ആക്സിസിൽ 9, എക്സ് ആക്സിസിൽ 2, ആ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ ഒരു പോയിന്റ് ഇടുക. പിന്നെ മൂന്നാമത് ഒരു പ്രോഡക്റ്റ് കൂടി കഴിച്ചപ്പം എത്ര നമുക്ക് കിട്ടിയത്? 12 അല്ലേ ടോട്ടൽ കിട്ടിയത്. അപ്പോൾ വൈ ആക്സിസിലെ 12, എക്സ് ആക്സിസിലെ 3 എന്നുള്ള പോയിന്റിൽ എന്ത് ചെയ്യുക? പൊസിഷനിൽ ഒരു പോയിന്റ് ഇടുക. അങ്ങനെ നിങ്ങൾ 7 പ്രോഡക്റ്റും ഉപയോഗിച്ച് അതിനെ നിങ്ങൾ 7 പ്രോഡക്റ്റിൻ്റെയും അങ്ങനെ പോയിന്റ്സ് ഇട്ടിട്ട് അതിനെ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിലൊരു കർവ് കാണുന്നുണ്ടല്ലോ, ആ കർവ് പോലെ ഒരു കർവായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അവിടെ 6ാമത്തെ യൂണിറ്റിലാണ് നിങ്ങൾക്ക് മാക്സിമം ആ എസ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, 15 കറക്റ്റ് 15 നേരെയാണത് വരിക. 6ാമത്തെ യൂണിറ്റിലാണല്ലോ 15 ആയത്. അപ്പോൾ ആ 15 നേരെ വരും. അതാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ്. അവിടെ നിന്ന് അങ്ങോട്ട് അത് കുറഞ്ഞ് വരിക ചെയ്യുക. അതിൻ്റെ മാർജിനൽ പോയിന്റ്സുകളും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എക്സ് ആക്സിസിൻ്റെ എക്സ് എഴുതിയതിന് നേരെ താഴെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് എഴുതിയ കണ്ടല്ലോ, അത് ആ പോയിന്റ്സുകൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വരച്ചിട്ടുള്ളത് മാർജിനൽ യൂട്ടിലിറ്റിൻ്റെ പോയിന്റ് എഴുതിയതാണ്. കാരണം ഒന്നാമത്തെ യൂണിറ്റിന് 5 യൂണിറ്റ് ആയിരുന്നു, രണ്ടാമത്തെ യൂണിറ്റിന് 4 യൂട്ടിലിറ്റി ആയിരുന്നു. അപ്പോൾ 4 പോയിന്റ് ഇട്ടു. മൂന്നാമത്തേന് 3 നേരെ പോയിന്റ് ഇട്ടു, നാലാമത്തേന് 2 നേരെ പോയിന്റ് ഇട്ടു, അഞ്ചാമത്തേന് 1 നേരെ പോയിന്റ് ഇട്ടു. അങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുക. പിന്നെ അത് നെഗറ്റീവിലേക്ക് പോകും 7 ആവുമ്പോൾ. ഓക്കെ, ഇതാണ് അത് യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർട്ടിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റാണത്. ഇതിൽ നിങ്ങൾ നോക്കുക, എസ് എന്ന് പോയിന്റ് എഴുതിയിട്ടുണ്ടല്ലോ, പോയിന്റ് ഓഫ് സാച്ചുറേഷൻ, അവിടെയാണ് അതിൻ്റെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. അതാണ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റിൻ്റെ പോയിന്റ്. ഓക്കെ, ഇനി അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ് ആസ് എ കൺസ്യൂമർ കൺസ്യൂംസ് മോർ, whereas total utility increases at a diminishing rate. ടോട്ടൽ യൂട്ടിലിറ്റി കൂടും, പക്ഷെ അതിൻ്റെ കൂടുന്ന റേറ്റ് കുറവായിരിക്കും. ആദ്യത്തേൽ 5, പിന്നത്തേൽ 4 കൂടിയത്, പിന്നെ 3 കൂടിയത്. അങ്ങനെ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ മാർജിനൽ യൂട്ടിലിറ്റി താഴേക്കാ പോവുക. ഓക്കെ, പിന്നെ നോക്കൂ, വെൻ മാർജിനൽ യൂട്ടിലിറ്റി റീച്ചസ് 0, ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് മാക്സിമം. മാർജിനൽ യൂട്ടിലിറ്റി 0 ആകുമ്പോൾ, ഇവിടെ കണ്ടോ നിങ്ങൾ 6 എന്ന് പറഞ്ഞ പോയിന്റിൽ മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ്. അപ്പം എന്തായി? നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി 15 മാക്സിമത്തിലെത്തും. പിന്നെ വെൻ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് നെഗറ്റീവ്, മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഡിക്ലൈൻസ് ഫ്രം മാക്സിമത്തിൽ നിന്ന് കുറയും. ഓക്കെ, ഇതാണ് എന്ത്? ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയണത്. ഇനി നമ്മൾ അതിൻ്റെ അസംഷൻസുകളൊന്ന് ജസ്റ്റ് നോക്കാം. എന്താണ് അതിൻ്റെ അസംഷൻസ് എന്നുള്ളത്? അത് നമുക്ക് നാളെ പറഞ്ഞാൽ മതിയോ? ഓക്കെ, അത് നമുക്ക് നാളെ പറയാം അസംഷൻസ്. ഇപ്പോൾ 23 മിനിറ്റായി ക്ലാസ്. യൂട്യൂബിൽ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു മടുപ്പ് വരും. അതുകൊണ്ട് ഈ 23 മിനിറ്റ്സ് മതി. ഓക്കെ, അസംഷൻസ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയാം. ദാറ്റ്സ് ആൾ. താങ്ക് യു.